ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര രാത്രി. ഇന്ന് എല്ലാവരും തന്നെ നമുക്ക് സാധിക്കുന്ന അത്രയും തവണ നമഃശിവായ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ തന്നെ ദേവിയെയും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ രാവിൽ കേൾക്കാൻ സാധിക്കുന്ന ശിവപുരാണത്തിലെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ത്രിദേവികളുടെ ഉത്ഭവം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ഇന്ന് ഈ കഥ നിങ്ങൾ കേൾക്കണം. എത്ര പേര് ഇന്ന് നാരായണ നാമവും നമഃശിവായ മന്ത്രവും ഒക്കെ ജപിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടുകയും ചെയ്യണം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരാശക്തിയായ മഹാദേവി സരസ്വതി, ഉമ, രമ എന്നിങ്ങനെ 3 പേരായി പിരിഞ്ഞു. ഉമ ആരാണ്? പാർവതിയാണ്. രമ ലക്ഷ്മിയാണ്. അവർ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ കൂടെ ചേരുകയും ചെയ്തു. ഒരിക്കൽ ഈ 3 ദേവിമാരും തമ്മിൽ ഒരു കലഹമുണ്ടായി. ഒരിക്കൽ ലക്ഷ്മി ദേവിയെ കാണുന്നതിനായിട്ട് ഗംഗാദേവിയും സരസ്വതിയും കൂടി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. സന്തുഷ്ടയായ മഹാദേവി ലക്ഷ്മി ദേവി അതിഥികളെ വേണ്ട വിധത്തിൽ സൽക്കരിച്ച് ഇരുത്തുകയും അവർ തമ്മിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മഹാലക്ഷ്മിക്ക് ഒരു ചെറിയ സംശയം. അതായത് ലക്ഷ്മി ദേവി വളരെ രഹസ്യമായി സരസ്വതി ദേവിയെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ലയോ സരസ്വതി, എനിക്കൊരു സംശയം. എൻ്റെ പതിയായ വിഷ്ണുദേവനും ഗംഗയും തമ്മിൽ എന്തെങ്കിലും ഒരു തെറ്റായ ബന്ധമുണ്ടോ? ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്. അവിടുന്ന് ഇക്കാര്യം ആരോടും പറയരുത് എന്നുകൂടി ലക്ഷ്മി ദേവി സരസ്വതിയോട് പറയുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ സരസ്വതിക്ക് വല്ലാതെ ദേഷ്യം വരികയും സരസ്വതി ഗംഗയോട് വഴക്കിടുകയും ചെയ്തു. എടീ ഭയങ്കരി, നീ ഇത്ര ദുഷ്ടയായി പോയല്ലോ. നിനക്ക് മര്യാദയുണ്ടോ? തത്വബോധമുണ്ടോ? ലക്ഷ്മി ദേവിയുടെ ഭർത്താവിനെ നീ എന്തിനു തട്ടിയെടുക്കുന്നു? പാവം ലക്ഷ്മി, അവൾ വെറും ശുദ്ധഗതിക്കാരിയായിപ്പോയി. പെൺവേഷം കെട്ടി നടക്കുന്ന നീ സ്ത്രീവർഗത്തിനു തന്നെ അപമാനമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സരസ്വതി ദേവി ഗംഗാദേവിയോട് ദേഷ്യപ്പെടാനും തുടങ്ങി. ഗംഗാദേവി ഒന്നും മിണ്ടാതെ നിശബ്ദയായി ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നു. അപ്പോഴാണ് ലക്ഷ്മി ദേവിക്ക് ആ അബദ്ധം മനസ്സിലായത്. കാരണം ഇങ്ങനെയൊന്നും ചോദിക്കുമെന്ന് കരുതിയല്ല ലക്ഷ്മി ദേവി സരസ്വതിയോട് പറഞ്ഞത്. ഉടൻ തന്നെ ലക്ഷ്മി ഭയപ്പെടുകയും സരസ്വതി ദേവിയെ തടയുകയും ചെയ്യുന്നു. സരസ്വതി, നീ എന്താണ് ഈ കാട്ടുന്നത്? ഇങ്ങനെ സ്വയം മറന്ന് പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി സരസ്വതിയെ തടഞ്ഞു. ഉടനെ സരസ്വതി ലക്ഷ്മി ദേവിയുടെ നേർക്ക് തിരിഞ്ഞു. ആഹാ, ഇപ്പം അങ്ങനെയായോ? കുറ്റം എൻ്റേതാണോ? നീയല്ലേ എന്നോട് എല്ലാ കഥയും ഉണ്ടാക്കി പറഞ്ഞത്? എന്നിട്ടിപ്പോൾ നല്ല പിള്ള ചമയുന്നുവോ? നിനക്ക് വേണ്ടി വാദിച്ച എന്നെ നീ കുറ്റപ്പെടുത്തുന്നുവോ? ഇതിൻ്റെ ഫലം നീ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് സരസ്വതി ലക്ഷ്മിയെ ശപിക്കുന്നു. എന്താണ് ശപിച്ചത്? നീ ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്നാണ് ശപിച്ചത്. സരസ്വതിയുടെ ശാപം കേട്ടപ്പോൾ ഗംഗ ഞെട്ടിപ്പോയി. ഗംഗയ്ക്ക് ദേഷ്യം വന്നു. ഒരു കാരണവും കൂടാതെ ലക്ഷ്മിയെ സരസ്വതി ശപിച്ചത് ഗംഗയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ ഗംഗ സരസ്വതിയെ ശപിക്കുന്നു. എന്താണ് ശപിച്ചത്? നീ പാപികളുടെ ദേഹമാലിന്യങ്ങളെ കഴുകിക്കളയുന്ന ഒരു നദിയായി തീരട്ടെ എന്ന് ഗംഗാദേവി സരസ്വതിയെ ശപിക്കുന്നു. ഉടൻ തന്നെ തിരിച്ച് സരസ്വതി ഗംഗയെ ശപിക്കുന്നു. അങ്ങനെ നീ വലിയ പുണ്യവതിയൊന്നും ആകണ്ട, നീയും ഭൂമിയിൽ പോയി പാപികളുടെ പാപം കളയുന്ന ഒരു നദിയായി തീരട്ടെ എന്ന് തിരിച്ച് ശപിക്കുകയും ചെയ്തു. അങ്ങനെ പരസ്പരം വഴക്കു കൂടിയും ശപിച്ചുമൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക്
ഭഗവാൻ മഹാവിഷ്ണു എഴുന്നള്ളുന്നു. എല്ലാവരും പരസ്പരം മിണ്ടാതെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. ദേവിമാരെ കണ്ടപ്പോൾ തന്നെ മഹാവിഷ്ണുവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, സംഭവാമി യുഗേ യുഗേ, സംഭവിക്കുവാനുള്ളത് സംഭവിച്ചേ തീരൂ. ഇത് കാലത്തിൻ്റെ കൽപ്പനയാണ്. ലക്ഷ്മി അവിടുന്ന് ഭൂതലത്തിൽ ഒരു കന്യകയായി പിറന്ന് ധർമ്മധ്വജൻ എന്ന മഹാത്മാവിൻ്റെ മകളായി തീരും. അവിടുത്തെ മഹാത്മ്യത്താൽ അവിടുന്ന് 3 ലോകങ്ങളും ശുദ്ധമാക്കി ഒടുവിൽ തുളസി എന്ന പുണ്യ ചെടിയായി മാറും. അവിടുന്ന് നിൽക്കുന്നിടത്തെ മണ്ണിനു പോലും മഹാത്മ്യം. എന്നിട്ട് മഹാവിഷ്ണു വീണ്ടും പറയുകയാണ്, ധർമ്മധ്വജന്റെ പുത്രിയായി അവിടുന്ന് വാഴുന്ന കാലത്ത് ശംഖചൂഡൻ എന്ന ഒരു അസുരൻ വരികയും അവിടുത്തെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം മഹാവിഷ്ണു ഗംഗാദേവിയോട് പറയുകയാണ്, അല്ലയോ ഗംഗേ, ഭവതിയും ഒട്ടും വിഷമിക്കണ്ട. പാപപരിഹാരിണിയായ ഒരു മന്ദാകിനിയായി ഭവതി ഭവിക്കുകയും ചെയ്യും. അതിനുശേഷം സരസ്വതീ ദേവിയോട് മഹാവിഷ്ണു പറയുകയാണ്, ദേവി സരസ്വതി, അവിടുന്നും ഒട്ടും വിഷമിക്കണ്ട. ഒരു പുണ്യവാഹിനിയായി ഏതാനും കാലം കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും സത്യലോകം പ്രാപിക്കുകയും ചെയ്യും എന്ന് ഭഗവാൻ സരസ്വതീ ദേവിയോടും പറയുന്നു. അങ്ങനെ ലോകം മുഴുവനും സരസ്വതീ ദേവിയെ വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും വാക്കിൻ്റെയും ദേവിയായി പൂജിച്ച് ആരാധിക്കും എന്നുകൂടി മഹാവിഷ്ണു പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ലക്ഷ്മിക്ക് ഒരു സംശയമുണ്ടായി. ദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാദേവ, സുചരിതവും സുഭഗയുമായ പത്നി ഉള്ളവനാണ് ഏറ്റവും ഭാഗ്യവാനും പുണ്യവാനുമെന്ന് അങ്ങ് പറയാറില്ലേ? ആ സ്ഥിതിക്ക് അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നത് പാപമല്ലേ? അത് ധർമ്മവിരുദ്ധമല്ലേ എന്ന് മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നു. ഉടനെ അദ്ദേഹം പറയുകയാണ്, ദേവി, അവിടുത്തെ നാം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് എപ്പോഴും എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരിക്കും. അവിടുന്നില്ലാതെ ഞാനില്ല. ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിനു വേണ്ടി മാത്രമാണ് നാം നമ്മുടെ അംശങ്ങൾ കൊണ്ട് മറ്റു രൂപങ്ങളെ പ്രാപിക്കുന്നത്, അല്ലാതെ ഒരു ശാപത്തിൻ്റെയും ഫലമായിട്ടല്ല. കാര്യത്തിനും കാരണമായി ശാപം ഫലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മഹാലക്ഷ്മി അവിടുന്ന് മായാദേവിയാണ്. ശാപഗ്രസ്തരായി രൂപം മാറുന്നത് നിങ്ങളുടെ ഒരംശം മാത്രമാണ്. അതിനാൽ നിങ്ങൾ പരസ്പരമുള്ള ഈ ദേഷ്യമൊക്കെ കളയണം. ഇന്നു മുതൽ നിങ്ങൾ സ്നേഹത്തോടു കൂടി ജീവിക്കണമെന്ന് മഹാവിഷ്ണു ഈ 3 ദേവിമാരോടും പറയുന്നു. അതായത് അവർ ഭൂമിയിലേക്ക് പോയാലും ശാപത്തിൻ്റെ ഫലമായിട്ടല്ല, അവരുടെ ചില അംശങ്ങൾ മാത്രമാണ് പോകുന്നത്. ശരിയായ ദേവിമാർ അതാത് സ്ഥലങ്ങളിൽ തന്നെ വർത്തിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഭഗവാന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് ദേവിമാർക്ക് വളരെയധികം സന്തോഷമാവുകയും അവർ ദേഷ്യമെല്ലാം മറന്ന് പെട്ടെന്ന് തന്നെ സ്നേഹത്തിലാവുകയും ചെയ്തു. അതിനുശേഷം അവർ സന്തോഷത്തോടു കൂടി അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. അങ്ങനെ ആ സുദിനം വന്നണഞ്ഞു. വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസം. അന്ന് കാർത്തിക നക്ഷത്ര ദിവസമായിരുന്നു. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ രാസമണ്ഡപത്തിലിരുന്ന് ദേവി പരാശക്തിയെ ആരാധിക്കുവാൻ തുടങ്ങി. ആ പൂജ കണ്ട് വന്ദിക്കുന്നതിനായി സത്യലോകത്തു നിന്ന് ബ്രഹ്മദേവനും കൈലാസത്തിൽ നിന്ന് പരമേശ്വരനും അതുപോലെ തന്നെ സനകാദി മുനികളും നാരദാദി ബ്രഹ്മർഷികളും സകല ദേവന്മാരും ദേവികളുമൊക്കെ തന്നെ അവിടെ വന്നു ചേർന്നു. ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു അവിടെ ശ്രീകൃഷ്ണ രൂപത്തിൽ രാധികയോടൊത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യമായ രൂപം കണ്ടിട്ട്
സദസ്സിലിരുന്ന എല്ലാവരും തന്നെ വളരെ ഭക്തിയോടുകൂടി മഹാവിഷ്ണുവിനെ, ശ്രീകൃഷ്ണനെ വാഴ്ത്തി സ്തുതിച്ചു. ആ സമയം സരസ്വതീ ദേവി തൻ്റെ മണിവീണയിൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ ഉതിർത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. സകല ദേവന്മാരും ദേവിമാരുമൊക്കെ തന്നെ സരസ്വതീ ദേവിക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ബ്രഹ്മദേവൻ പരമേശ്വരനെ സമീപിക്കുന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ പറയുകയാണ്, അല്ലയോ ചന്ദ്രചൂഡ, അവിടുന്ന് ഗാനപ്രിയനും നടരാജമൂർത്തിയുമാണല്ലോ. അതിനാൽ ഈ മനോഹരമായ ശ്രീകൃഷ്ണ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് അങ്ങൊരു പാട്ടുപാടി നൃത്തം ചെയ്യണം. അത് കാണുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ആഗ്രഹമുണ്ട് എന്ന് ബ്രഹ്മദേവൻ മഹേശ്വരനോട് പറയുന്നു. അങ്ങനെ ചെയ്യാമെന്ന് മഹേശ്വരൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ചന്ദ്രകലാധരൻ ആനന്ദ ഭൈരവി രാഗത്തിൽ ഒരു ഗീതം ആലപിച്ചുകൊണ്ട് തൻ്റെ നടനം ആരംഭിച്ചു. ഭഗവാന്റെ കണ്ഠത്തിൽ നിന്നുയർന്ന ആ മധുര ഗാനസുധയിൽ മനോഹരമായ ശ്രീകൃഷ്ണ രൂപം അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഒരു പുണ്യ തീർത്ഥമായി മാറി. അതോടൊപ്പം ശാപഫലത്താൽ എന്ന വണ്ണം ഗംഗാദേവിയും അതിൽ ലയിച്ച് ഒരു ജലമായി തീർന്നു. അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ തൻ്റെ ഗാനം അവസാനിപ്പിച്ചു. അപ്പോഴേക്കും ശ്രീകൃഷ്ണനും ഗംഗയും അലിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ തീർത്ഥത്തെ കൈലാസനാഥൻ തൻ്റെ തൃക്കൈകളിൽ കോരിയെടുത്തുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അല്പസമയം നിന്നു. അപ്പോൾ അവിടെ ഒരു ആകാശവാണി കേൾക്കുകയുണ്ടായി. അത് കേട്ട് ത്രിമൂർത്തികളും ഇന്ദ്രാദികളും മഹർഷിമാരും ഒത്തുചേർന്ന് സകലവിധ മംഗളവാദ്യങ്ങളോടും കൂടി മൃത്യുഞ്ജയനെ എതിരേറ്റ് അശരീരിയിൽ പറഞ്ഞ പുണ്യസ്ഥലത്തേക്ക് ആനയിച്ചു. ആ സ്ഥലത്ത് മഹേശ്വരൻ ഭക്തിപൂർവം ആ പുണ്യതീർത്ഥത്തെ അവിടെ സ്ഥാപിച്ചു. അതോടെ ഗംഗ ആകാശഗംഗയായി മാറി. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരിക്കൽ സൂര്യവംശത്തിൽ പിറന്ന ഭഗീരഥൻ തൻ്റെ പൂർവ്വപിതാക്കളുടെ ആത്മാവിൻ്റെ ശാന്തിക്കായിട്ട് ഗംഗാദേവിയെ തപസ് ചെയ്യുകയും അനേകം സംവത്സരം ഭഗീരഥൻ തൻ്റെ തപസ് തുടരുകയും ഒടുവിൽ സന്തുഷ്ടയായ ദേവി ഭഗീരഥൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അല്ലയോ ഭക്തവത്സല, നാം നിന്റെ തപസ്സിൽ സന്തുഷ്ടയായിരിക്കുന്നു. പറയൂ, എന്താണ് നിന്റെ ആഗ്രഹം? നാം അത് നിറവേറ്റി തരുന്നതാണ് എന്ന് ഗംഗാദേവി ഭഗീരഥനോട് പറയുകയും ചെയ്തു. ഗംഗാദേവിയുടെ വാക്കുകേട്ട് ഭഗീരഥൻ വളരെയധികം സന്തോഷിച്ചു. ഭഗീരഥൻ ദേവിയുടെ മുമ്പിൽ ഉത്തമമായ ഭക്തിയോടുകൂടി കൈകൂപ്പി തൊഴുതുകൊണ്ട് പറയുകയാണ്, അമ്മേ ദേവി, മഹാമായേ, ഈ ഉള്ളവനിൽ അവിടുന്ന് കനിയേണമേ. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എൻ്റെ പൂർവ്വപിതാക്കൾ കപില മഹർഷിയുടെ ശാപത്താൽ ഭസ്മമായി തീർന്നിരിക്കുന്നു. അവർക്ക് മുക്തി നൽകണം. അതിനായി ദേവി വിഷ്ണുപാദത്തിൽ നിന്നും ജലരൂപിണിയായി ഭൂമിയിൽ പതിക്കണം. ഭൂമിയെ ശുദ്ധമാക്കുന്നതിൻ്റെ ഒപ്പം പാതാളത്തിൽ അവിടുന്ന് പ്രവേശിക്കുകയും എൻ്റെ പൂർവികരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കി തീർക്കുകയും ചെയ്യണം. ഇതാണ് ഭഗീരഥൻ ഗംഗയോട് ആവശ്യപ്പെട്ടത്. ഭഗീരഥൻ്റെ ആഗ്രഹം അറിഞ്ഞ ദേവി ഇപ്രകാരം കൽപ്പിച്ചു, അല്ലയോ ഭഗീരഥ, നിന്റെ ആഗ്രഹം എത്രയും വേഗം നടക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. നാം ഭൂമിയിലേക്ക് പതിച്ചാൽ എൻ്റെ ശക്തി താങ്ങുവാൻ ഭൂമി അശക്തയാണ്. അതിനാൽ ഭഗവാൻ പരമേശ്വരൻ്റെ സഹായം ഇക്കാര്യത്തിൽ കൂടിയേ തീരൂ. എന്നെ താങ്ങുവാൻ ആ സർവേശ്വരനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. അതിനാൽ നീ എത്രയും വേഗം കൈലാസത്തിൽ ചെന്ന് ശങ്കരനെ കൂടി പ്രസാദിപ്പിക്കുക എന്ന് ഗംഗാദേവി ഭഗീരഥനോട് പറയുന്നു. ഗംഗാദേവിയുടെ ആജ്ഞപ്രകാരം ഭഗീരഥൻ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേരുകയും ശിവനെ ധ്യാനിക്കുകയും ചെയ്തു. ഭഗീരഥൻ്റെ തീവ്രമായ ആ
തപസ്സിൻ്റെ ഫലമായിട്ട് പരമേശ്വരൻ ആ ഭക്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗീരഥ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ഗംഗ ഭൂമിയിൽ പതിക്കുമ്പോൾ നാം ഗംഗയെ ശിരസിൽ വഹിച്ചു കൊള്ളാമെന്ന് മഹേശ്വരൻ പറയുകയും ചെയ്തു. ഭഗീരഥന് വലിയ സന്തോഷമായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേരുകയും അവിടെ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ ശംഖ് വിളിക്കുകയും ചെയ്തു. ആ നാദം കേട്ട് ഗംഗാദേവി മഹാവിഷ്ണുവിൻ്റെ അനുമതിയോടുകൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. ആ ശക്തമായ പ്രവാഹത്തിൽ ഭൂമിയിലുള്ള സർവ്വതും ഒഴുകിപ്പോകും എന്ന നിലയായി. അത് കണ്ടുനിന്ന പരമേശ്വരൻ ഗംഗയുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം എന്ന് നിശ്ചയിക്കുകയും അതിനായി വഴി തടയാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. ഭഗവാൻ ശങ്കരൻ തൻ്റെ ജട അഴിച്ചിട്ട് ഗംഗയ്ക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു. അതോടെ ഗംഗ ഭഗവാന്റെ ജടയിൽ അകപ്പെട്ടു. പരമേശ്വരൻ തൻ്റെ ജട കെട്ടിവെച്ചതോടുകൂടി ഗംഗ ശിവന്റെ ജടയ്ക്ക് ഉള്ളിലായി തീരുകയും ചെയ്തു. തന്നെ കൂടി ഒഴുക്കിക്കൊണ്ടു പോകാനുള്ള ഗംഗയുടെ അഹങ്കാരം അങ്ങനെ ശിവൻ ഒതുക്കിക്കൊടുത്തു. ഭഗവാന്റെ ജടയ്ക്കുള്ളിൽ അകപ്പെട്ട ഗംഗാദേവി പുറത്തു പോകുവാൻ മാർഗമില്ലാതെ അനേകം ദിവസങ്ങൾ ആ ജടയ്ക്കുള്ളിൽ കഴിഞ്ഞുകൂടി. തൻ്റെ ശ്രമം വിഫലമായതോർത്ത് ഭഗീരഥന് വളരെയധികം സങ്കടമുണ്ടാവുകയും മറ്റു മാർഗമില്ലാതെ ഭഗീരഥൻ വീണ്ടും മഹേശ്വരനെ തപസ്സു ചെയ്യുകയും ചെയ്തു. ഭഗവാൻ ശിവനെ ധ്യാനിച്ചുകൊണ്ടുള്ള ആ തപസ് അങ്ങനെ കുറേ നാൾ തുടർന്നു. ഒടുവിൽ ഭഗവാൻ ഭഗീരഥൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: ഭഗീരഥ, ഗംഗയ്ക്ക് അല്പം അഹങ്കാരം കൂടുതലാണ്. അതൊന്ന് കുറയ്ക്കണമെന്ന് മാത്രമേ നാം കരുതിയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഗംഗയുടെ അഹങ്കാരം ശമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ഗംഗയെ നാം ഇപ്പോൾ തന്നെ മോചിപ്പിക്കുന്നതാണ് എന്ന് മഹാദേവൻ ഭഗീരഥനോട് പറയുന്നു. ഭഗവാൻ പെട്ടെന്ന് തന്നെ ഗംഗയെ മോചിപ്പിച്ചു. ഉടൻ ഗംഗ ഭൂമിയിലേക്ക് പതിച്ചു. അവിടെ നിന്നും പാതാളത്തിലേക്ക് പ്രവഹിച്ചു. സഗരപുത്രന്മാരെ ഒന്നടങ്കം കഴുകി. അതോടുകൂടി സഗരപുത്രന്മാർ ഭഗീരഥൻ്റെ പൂർവ പിതാക്കന്മാർ അതോടുകൂടി മോക്ഷപ്രാപ്തരാവുകയും ചെയ്തു. അങ്ങനെ ഭഗീരഥൻ്റെ ആഗ്രഹം ഗംഗ നിറവേറ്റിക്കൊടുത്തു. അങ്ങനെ ആകാശഗംഗയെ തൻ്റെ ജടയിൽ തിരികെ വെച്ചു. മഹാദേവൻ ജടയിൽ തിരികെ വെച്ചു. അതോടുകൂടി ഭഗവാന് ഗംഗാധരൻ എന്ന പേരുകൂടി ലഭിച്ചു. ഇവിടെ ഗംഗാദേവി ഭൂമിയിലേക്ക്, ആകാശഗംഗ ഭൂമിയിലേക്ക് പ്രവഹിക്കുമ്പോൾ ഭൂമിദേവിക്ക് ആ ശക്തി താങ്ങാൻ കഴിയാത്തത് കൊണ്ട് പരമേശ്വരനെ തപസ്സു ചെയ്യുവാൻ ഗംഗ തന്നെയാണ് ഭഗീരഥനോട് പറയുന്നത്. പക്ഷേ ആ സമയത്തും ഭഗവാനെ കൂടി അങ്ങ് ഒഴുക്കിക്കൊണ്ട് പോകാം എന്ന ഒരു അഹങ്കാരം, ഞാൻ വലിയ ശക്തിശാലിയാണ് എന്നുള്ള ഒരു അഹങ്കാരം ഗംഗയ്ക്കുണ്ടായിരുന്നു. ആ അഹങ്കാരമാണ് ഇവിടെ ഭഗവാൻ തീർത്തു കൊടുത്തത്. അങ്ങനെയാണ് ഭഗവാന് ഗംഗാധരൻ എന്ന പേരുണ്ടായത്. സകല മാലിന്യങ്ങളും, നമ്മുടെ മനസ്സിൻ്റെ പാപങ്ങളും എല്ലാം, മനസ്സിൻ്റെ സകല മാലിന്യങ്ങളും ഒഴുക്കിക്കളയുന്ന പുണ്യനദിയാണ് ഗംഗ. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഗംഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. ഭഗീരഥൻ വളരെയധികം പ്രയത്നം സഹിച്ചിട്ടാണ് തൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് മോക്ഷം നൽകിയത്. ഇവിടെ ഞാൻ ഈ കഥയിൽ ഭഗീരഥ പ്രയത്നം വളരെ കുറച്ചായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഭഗീരഥൻ എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഗംഗ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്തുണ്ടായ നാശനഷ്ടങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ജഹ്നു മഹർഷിയുടെ ആശ്രമത്തിലൂടെ ഒഴുകി വന്നു. അവിടെ ആശ്രമമെല്ലാം നശിപ്പിച്ചു. മഹർഷി എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു ഗംഗയെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം കഥകൾ ഈ ഒരു ഭഗീരഥ പ്രയത്നം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയ എഫേർട്ട് എടുക്കുന്നതിനെ നമ്മൾ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് തൻ്റെ പൂർവ്വ പിതാക്കന്മാർക്ക് ഭഗീരഥൻ മോക്ഷം നേടിക്കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ
ശ്രേഷ്ഠമായ പുണ്യമായ നമ്മുടെ ഗംഗാനദി. ഭഗീരഥൻ അന്ന് അത്രയും പ്രയത്നം ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആ സൗഭാഗ്യം ലഭിച്ചത്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ ഇരുന്ന ആകാശഗംഗയെ പരമേശ്വരൻ തൻ്റെ ജടയിൽ ധരിക്കുകയും പിന്നീടത് ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും ചെയ്തു. ആ പുണ്യമന്ദാകിനി, പുണ്യനദി ഗംഗ. എത്ര പേര് ഗംഗാ സ്നാനം ചെയ്തിട്ടുണ്ട്? എത്ര പേര് കഴിഞ്ഞ തവണ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്? നിങ്ങൾ കമൻ്റ് ഇടണം. എത്ര പേര് ഗംഗാനദി കണ്ടിട്ടുണ്ട്? നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഗംഗാനദിയിൽ സ്നാനം ചെയ്യണം. പ്രാർത്ഥിച്ചു കൊള്ളുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. എത്ര പേര് പോയിട്ടുണ്ട്, എത്ര പേർക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം കമൻ്റ് ഇടണം. കാശിയിൽ പോകാൻ വളരെ എളുപ്പമാണ്. കാശിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാനായിട്ട് അവിടെ മലയാളികളുണ്ട്, മലയാളികളുടെ ആശ്രമങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ തരാം. ആർക്കൊക്കെയാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ മതി. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ചെയ്തു തരും. നമ്മുടെ പൂർവികർക്ക് വേണ്ടി ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഇത്രയും ശ്രേഷ്ഠമായ മറ്റൊരു പ്രദേശം ഇല്ല. അതാണ് വാരണാസി എന്ന കാശി. പോകാൻ ആഗ്രഹമുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ കമൻ്റ് ഇടൂ. നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരാം. ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്ന് ചെയ്തു തരും. മലയാളികളാണ്, ഒന്നും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.